അസ്സലാമു അലൈക്കും, വെൽക്കം ടു ലെജീസ് ഡെലിക്കസീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചെട്ടിനാടു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ ചിക്കൻ, പിന്നെ ഇതിൽ കാണുന്ന സ്പൈസസ്, പിന്നെ ഒരു സവാള, ഒരു മീഡിയം സൈസ് തക്കാളി, കുറച്ച് മല്ലിയില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി. ആദ്യം ഈ സ്പൈസസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഞാൻ 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഫുൾ മല്ലി ഇല്ലാത്ത കാരണം കൊണ്ടാണ്. അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിൽ 3 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗ്രേറ്റഡ്. അതിട്ട് നല്ലൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് സ്മോൾ ഓണിയൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുത്ത് ഒരു പേസ്റ്റായിട്ട് തിക്ക് പേസ്റ്റായിട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാനിലോട്ട് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് വലിയ ഉള്ളി, പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ അപ്പോഴേ മാറ്റി വെച്ച പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നല്ല വഴറ്റിയെടുക്കണം. നല്ല വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 1 to 2 മിനിറ്റ്സ് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് എടുക്കാൻ വിട്ടുപോയി വീഡിയോ. അതിന് ശേഷം നല്ല ഒന്ന് തിക്കായിട്ട് വരും, ബ്രൗൺ കളറായിട്ട് മാറും. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കൈപ്പിടി മൊത്തം മല്ലിയില ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് നല്ലൊരു ബൗളിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. നമുക്ക് നൂൽപുട്ട്, ചപ്പാത്തി, നെയ്ച്ചോറ്, ദോശ എല്ലാത്തിനെയും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം. സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.